ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്ന ദിവസമായതിനാൽ ഇന്നലെ ഇസ്രായേൽ സൈന്യം ലെബനനിൽ ആക്രമണം നടത്തില്ല എന്നായിരുന്നു ഹിസ്ബുല്ല തീവ്രവാദികൾ കരുതിയിരുന്നത്. എന്നാൽ തന്ത്രപൂർവം നെതന്യാഹുവിന്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമസേന ബെയ്റൂട്ടിൽ ഹിസ്ബുല്ലയുടെ ആസ്ഥാന മന്ദിരവും വെടിക്കോപ്പ് ശാലകളും ഉൾപ്പെടെ ബോംബിട്ട് തകർത്തത്. ഹിസ്ബുല്ലയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഈ ആക്രമണത്തിൽ അവരുടെ പ്രിയപ്പെട്ട നേതാവ് ഹസൻ നസ്രല്ലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് മണിക്കൂറുകൾക്ക് ശേഷവും ഉത്തരം കിട്ടാത്ത ചോദ്യം. ഹിസ്ബുല്ലയുടെ ടോപ്പ് കമാൻഡർമാരെ ലക്ഷ്യമിട്ടുകൂടിയായിരുന്നു ഇസ്രായേലിന്റെ ഈ ബോംബാക്രമണം. പ്രധാനമായും ഹിസ്ബുല്ലയുടെ തലവനായ സയ്യിദ് ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. പക്ഷേ ഈ ലക്ഷ്യം വിജയിച്ചോ? കൊല്ലപ്പെട്ടു എന്നാണ് ചില അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ ഇസ്രായേലി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് കാലത്ത് മുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. മറ്റു ചിലർ ഗുരുതര പരിക്കേറ്റുവെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനം ആക്രമണത്തിൽ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടിട്ടില്ല എന്നും സുരക്ഷിതനാണ് എന്നുമാണ് ഹിസ്ബുല്ല വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ബോംബിങ്ങിനിടയിൽ തുരങ്കത്തിലൂടെ നസ്രല്ലയും അനുയായികളും രക്ഷപ്പെട്ടു അത്രേ. 4 വൻ കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നടിഞ്ഞിരുന്നു. ഇവിടെയാണ് ഹിസ്ബുല്ലയുടെ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കിലോമീറ്ററുകൾ അകലെയുള്ള കെട്ടിടങ്ങൾ പോലും കുലുങ്ങിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. ബെയ്റൂട്ടിൽ ഇന്നലെ രാത്രിയോടെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം ആരംഭിച്ചത്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ എംബസി ശക്തമായി പ്രതിഷേധിച്ചു. ഇസ്രായേൽ കാട്ടുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നും ഇതിന് തക്കതായ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യുമെന്നും എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. എന്നാൽ ഹിസ്ബുല്ല തീവ്രവാദികൾ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങളിൽ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരുന്നതായി ഇസ്രായേൽ വീണ്ടും ആരോപിച്ചു. ബെയ്റൂട്ടിലെ സിവിലിയൻ വിമാനത്താവളം സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാറി വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളക്കായി കപ്പലുകളിൽ ആയുധങ്ങൾ കൊണ്ടുവരുന്നത് ഇസ്രായേൽ തടഞ്ഞിരുന്നു. തുടർന്നാണ് അസമയങ്ങളിൽ വിമാനങ്ങളിൽ വലിയ പെട്ടികൾ എത്തിച്ചേരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഹിസ്ബുല്ലയുടെ മിസൈൽ ആയുധ ശേഖരത്തിന്റെ പകുതിയോളം ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള വെടിനിർത്തൽ ലക്ഷ്യമിട്ട് അമേരിക്കയും ഫ്രാൻസും മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇതിന് തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. ലെബനനിൽ ഇതുവരെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ മാത്രമാണ് നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും ലെബനനുമായുള്ള വടക്കൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുകയാണ്. കര ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ് ഇസ്രായേൽ ഇതിലൂടെ നൽകുന്നത്. ഏത് നിമിഷവും കരയുദ്ധം ആരംഭിച്ചേക്കാം.